പ്രിയമുള്ളവരെ, എല്ലാം അവസാനിച്ചെടുത്ത് തുടങ്ങുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ അകത്ത് പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ താൻ വല കഴുകി എല്ലാ സാധ്യതയും നഷ്ടപ്പെട്ട് മടങ്ങുന്ന സമയത്ത് കർത്താവിന് വേണ്ടി തൻ്റെ പടകിന് കൊടുക്കുകയും ആ പടകിൻ്റെ അകത്ത് പിന്നത്തിൽ വലിയൊരു നിറവ് അയച്ചതായിട്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മത്സ്യബന്ധനം കഴിഞ്ഞതിന് ശേഷം ഒരു വല കഴുകുകയാണ്. എല്ലാം അവസാനിച്ചു. ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകളുടെ അകത്തെല്ലാം അവസാനിച്ചു, ഇനിയൊരു സാധ്യതയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ അവസാനിച്ചെടുത്ത് കർത്താവ് തുടങ്ങാൻ പോകുന്നു. നിങ്ങളുടെ പ്രയത്നം കൊണ്ട് നടക്കാത്ത പല കാര്യങ്ങളുടെ അകത്തും ദൈവത്തിൻ്റെ വലിയ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തി. പത്രോസിൻ്റെ പടകിൻ്റെ അകത്ത് വലിയ നിറവയച്ചതുപോലെ ശൂന്യതകൾ അനുഭവിക്കപ്പെടുന്ന നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്ത് സ്വർഗത്തിന് ദൈവം വലിയ നിറവയക്കാൻ പോകുന്നു. ഈ കാലഘട്ടം വലിയ ദൈവപ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ കൂടാരത്തെ കർത്താവ് നിറയ്ക്കാൻ പോകുന്നു. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, പരാജയപ്പെട്ട സ്ഥലത്ത് തന്നെ വീണ്ടും വിജയത്തിൻ്റെ ശ്രുതികൾ മുഴങ്ങാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനത്തിൻ്റെ അകത്തും ഏതു മേഖലകളുടെ അകത്താണ് ഇനി ഒന്നും നടക്കത്തില്ല, എല്ലാം അവസാനിച്ചു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ മേഖലകളുടെ അകത്ത് കർത്താവിൻ്റെ വലിയ മഹത്വം ദൈവം വെളിപ്പെടുത്തി അങ്ങയുടെ മക്കളെ കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.